Hi students, good morning. I hope you are all safe and happy in your home. I introduce myself. I am Sajid Kumar, your English teacher. You also hear another English class from Prajesh sir. Okay, both Prajesh sir and I handled your English text in this year. Today we can start an interesting short story, a simple story about a seagull. You know what is seagull? First Flight, written by Liam O'Flaherty. Let's read the story of a young seagull that was afraid to make its first flight, and how its parents goaded it into action and thereby equipped it to face the challenges of life. ഇതിൽ പറയുന്നത് ഒരു കൊച്ചു കടൽക്കാക്കയുടെ കഥയാണ് നാം വായിക്കാൻ പോകുന്നത്. ആദ്യമായി പറക്കാൻ അവന് പേടിയാണ്. അവനെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നതും അതുവഴി ജീവിത വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തനാക്കിയതും അവൻ്റെ മാതാപിതാക്കളാണ്. നമുക്കറിയാം, നമ്മളെല്ലാം കടൽ കാണാൻ പോകുമ്പോൾ ആ കടലിൻ്റെ ഭംഗിയിൽ ഒരു പ്രധാന ഘടകം കൂടിയാണ് കടൽക്കാക്കകൾ. സീഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽക്കാക്കയാണ്. അപ്പോൾ കടൽക്കാക്കകളുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. കേന്ദ്ര കഥാപാത്രമായിട്ടൊരു കാക്ക കുഞ്ഞാണ്. അവനിപ്പോൾ പറക്കാൻ പേടിയാണ്. എന്നാൽ അവന് പറന്നല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. കടലിൻ്റെ തിരയോടും ആ കാറ്റിനോടൊക്കെ മല്ലടിച്ചിട്ടാണ് ആ കുടുംബം അവിടെ ജീവിക്കുന്നത്. അതിൽ അവരുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത് ചിറകുകളാണ്. ആ ചിറകുകളെ നിയന്ത്രിച്ച് അവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ ഈ കാക്കക്കുഞ്ഞിന് പറക്കാൻ പേടിയാണ്. എങ്ങനെയാണ് ആ കാക്കക്കുഞ്ഞ് ഇനി ഈ പേടിയെ തരണം ചെയ്യുന്നത് എന്നാണ് ഈ ചാപ്റ്ററിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലൂടെ ഒന്ന് മുന്നോട്ട് പോകാം. ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ കൈകളിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകുമെന്നാണ്. ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇപ്പോൾ പ്ലസ് ടുവിലുള്ള കുട്ടികളിൽ നിന്നൊക്കെ ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് എങ്ങനെങ്കിലും നിങ്ങളുടെ കൂടെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദ യങ് സീഗാൾ വാസ് എലോൺ ഓൺ ഹിസ് ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. വളരെ സിമ്പിളായിട്ടാണ് കഥ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഒരു നല്ല സുദിനം. The young seagull was alone on his ledge. കടൽക്കാക്കയുടെ കുഞ്ഞ് വാസ് alone. alone തനിച്ച് എന്നാണ്. തനിച്ചാണ്. എവിടെ? ഓൺ ഹിസ് ledge. ആ ലെഡ്ജിൽ. ലെഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പാറയിടുക്ക് എന്നാണ്. പാറയിടുക്കിലാണ് സാധാരണ അവർ കൂട് കൂട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് അവരുടെ ആ കുടുംബം
ജീവിച്ചു പോകുന്നത്. അതുപോലെയുള്ള ഒരു ലഡ്ജിൽ, ഒരു പാറയിടുക്കിൽ ഇപ്പോൾ ആ കാക്കക്കുഞ്ഞ് തനിച്ചാണ്. ഹിസ് 2 ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ, അവൻ്റെ 2 സഹോദരന്മാരും ആൻഡ് ഹിസ് സിസ്റ്റർ, സഹോദരിയും ഹാഡ് ആൾറെഡി ഫ്ലോൺ എവേ ദ ഡേ ബിഫോർ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഹാഡ് ആൾറെഡി ഫ്ലോൺ എവേ, മുമ്പ് തന്നെ പറന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ദ ഡേ ബിഫോർ, ഇന്നലെ. ദ ഡേ ബിഫോർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ മുൻപേ. സാധാരണ കടലിലെ കാക്കകൾ കൂട് വയ്ക്കുന്നത് അതിൻ്റെ ഓരങ്ങളിലുള്ള പാറക്കെട്ടുകൾക്കിടയിലെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലാണ്. ആ പാറയിടുക്കിൽ ഇപ്പോൾ കടൽക്കാക്ക കുഞ്ഞ് തനിച്ചാണ്. നോക്കുക, എന്തൊരു സുന്ദരം, നല്ലൊരു അല്ലേ, പുലർക്കാലത്തിലെ കാഴ്ചയാണ്. ഒരു കാക്കക്കുഞ്ഞ് തനിച്ചൊരു കൂട്ടിനകത്ത് ഇരിക്കുകയാണ്. ഹാഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കാനാണ്. കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാണ്? ഹാഡ് ആൾറെഡി ഫ്ലോൺ എവേ, മുൻപ് തന്നെ പറന്നു കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴെന്ന് പറയേണ്ടത് ദ ഡേ ബിഫോർ. ദ ഡേ ബിഫോർ, ഇന്നത്തെ ദിവസത്തിൻ്റെ മുൻപ് തന്നെ, മീൻസ് ഇന്നലെ. ഇന്നലെ തന്നെ അവൻ്റെ 2 സഹോദരന്മാരും സഹോദരികളും പറന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അവൻ്റെ ഒപ്പം വിരിഞ്ഞ ആളുകളാണ് എന്ന് അർത്ഥം. അവനും അതുപോലെ വിരിഞ്ഞ ആളാണ്. എന്നാൽ അവൻ ഒറ്റയ്ക്കാണ് ഇന്ന് ആ പാറയടുക്കിൻ്റെ ഇടയിലുള്ളത്. He had been afraid to fly with them. He had been afraid. അവൻ ഇപ്പോഴും ഹാഡ് ബീൻ ആണ്, തുടർന്നുകൊണ്ടിരിക്കുക. അവൻ്റെ ഉള്ളിലുള്ള പ്രശ്നം ഹാഡ് ബീൻ അഫ്രൈഡ്, അവനൊരു പേടി. ഓക്കെ, അവൻ്റെ ഉള്ളിലൊരു പേടി. ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം, അവരുടെ കൂടെ പറക്കാൻ പേടിച്ചിട്ട് അവിടെ ഇരുന്ന് പോയതാണ്. ആ പേടി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നർത്ഥം. ഹാഡ് ബീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പം തൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ പറക്കുന്ന സമയത്ത് അവൻ പറക്കാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് എന്നർത്ഥം. പക്ഷെ അവന് പേടി കാരണം അത് സാധിച്ചിട്ടില്ല. അവൻ ഒറ്റയ്ക്കിപ്പോൾ ആ ലഡ്ജിൽ ഇരിക്കുകയാണ്. വെൻ ഹി ഹാഡ് ടേക്കൺ എ ലിറ്റിൽ റൺ ഫോർവേഡ് ടു ബ്രിങ് ദ ലഡ്ജ് ആൻഡ് അറ്റംപ്റ്റ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. അതിൽ പറയുന്ന സംഹാവ്, എങ്ങനെയൊക്കെയോ. വെൻ ഹി ഹാഡ് ഫോർവേഡ് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലഡ്ജ്. ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീരത്തേക്ക്, അരികിലേക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വെൻ ഹി ഹാഡ് ഫോർവേഡ്, മുന്നോട്ടൊന്ന് ചലിക്കുകയാണ്, ഒന്ന് നടന്ന് ചെല്ലുകയാണ്. ഫോർവേഡ് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലഡ്ജ്, ആ പാറയിടുക്കിൻ്റെ അരികിലേക്ക് അവൻ നടന്നു വന്നു. ആ ഒരു സീനാണ് നമ്മുടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. കടൽക്കാക്ക ആ കിടക്കുന്ന സ്ഥലത്തുനിന്ന് എണീറ്റ് ആ തീരത്ത് വരെ വന്ന് നിൽക്കുകയാണ്. ആൻഡ് അറ്റംപ്റ്റ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്, എന്നിട്ട് അവനൊരു അറ്റംപ്റ്റ് നടത്തുകയാണ്. അറ്റംപ്റ്റ്, ശ്രമം. ഓക്കെ, ഒരു ശ്രമം നടത്തുകയാണ്. എന്തിന്? ടു ഫ്ലാപ്പ്. ഫ്ലാപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ വിരിക്കുക, ചിറക് വിരിക്കുകയാണ്. ഓക്കെ, ചിറക് വിരിക്കാനുള്ള ശ്രമം നടത്തുക. ഹിസ് വിങ്സ്. ഹി ബിക്കെയിം അഫ്രൈഡ്. എന്നാൽ അവനെന്തായി? ബിക്കെയിം അഫ്രൈഡ്, ഭയം, അവന് പേടി പിടിപെടുകയാണ്. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബെനിയത്ത്. എന്താണ് അവൻ പേടിക്കാൻ കാരണം? താഴേക്ക് നോക്കിയപ്പോൾ ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ, കടലിങ്ങനെ എക്സ്പാൻഡ്, വിശാലമായി കിടക്കണത്. അവൻ്റെ താഴെ കടല് വിശാലമായി കിടക്കണം, അതിനൊരു അറ്റം കാണുന്നില്ല. അവൻ നോക്കിയപ്പോൾ ആകെ പേടിയായി. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. ആ തീരത്തിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ അവന് മനസ്സിലായ മറ്റൊരു കാര്യം എന്താ? ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ, ഒരുപാട് താഴേക്ക് അത് കിടക്കണം, അത്രയ്ക്കും ആഴമുണ്ട്. ആ ലഡ്ജിന്ന് താഴേക്ക് നോക്കുമ്പോൾ പരന്ന് കിടക്കുന്ന കടലാണ്. അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആഴമുണ്ട് അതിന്. ഓക്കെ, സച്ച് എ ലോങ് വേ ഡൗൺ
മൈൽസ് ഡൗൺ, ഒരുപാട് മൈലുകൾ താഴെയാണ് അത് കിടക്കുന്നത്. ഹി ഫെൽറ്റ് സർട്ടൈൻ ദാറ്റ്, ഇത് കണ്ട ഉടനെ ഹി ഫെൽറ്റ്, അവന് തോന്നി, സർട്ടൈൻ ദാറ്റ് എന്താ, ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം, എൻ്റെ ഈ കുഞ്ഞിച്ചിറകുകൾ വിൽ നെവർ സപ്പോർട്ട് ഹിം, അവനെ താങ്ങി നിർത്താൻ പര്യാപ്തമല്ല, എൻ്റെ കുഞ്ഞിച്ചിറകുകൾക്ക് എന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല, ഇത്രയും ആഴത്തിലേക്ക് ഞാൻ വീണു പോകും, ഈ പരന്നു കിടക്കുന്ന കടലിലേക്ക് ഞാൻ പതിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിച്ചിറകുകൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാണ്. പരന്നു കിടക്കുന്ന കടലിൻ്റെ ആഴം നോക്കുകയാണെങ്കിലോ ഒരുപാട് മൈൽസുകൾ താഴെയാണത്. അത്രയും ദൂരത്തേക്ക് ഞാൻ പറന്നു വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിച്ചിറകുകൾക്ക് എന്നെ താങ്ങാൻ കഴിയില്ലല്ലോ എന്ന് തോന്നി അവൻ പേടിച്ച് ഇരിക്കുകയാണ്. ഓക്കെ, സോ ഹി ബെൻഡ് ഹിസ് ഹെഡ്, ഈ ചിന്ത ഉണ്ടായപ്പോൾ അവൻ എന്താ ചെയ്തത്, ഹി ബെൻഡ് ഹിസ് ഹെഡ്, അവൻ്റെ തല പതുക്കെ മടക്കി താഴ്ത്തി, പറക്കാൻ അങ്ങനെ ഓങ്ങി നിന്നതാണല്ലോ, ആ തല പതുക്കെ താഴ്ത്തി. ആൻഡ് റൺ എവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ, എന്നിട്ട് എന്താ ചെയ്തത്, റൺ എവേ, തിരിച്ച് ഒരു ഓട്ടം കൊടുത്തു. എവിടേക്കാ, ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ്, തൻ്റെ പാറയിടുക്കിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഹോളിലേക്ക്, അല്ലേ, ചെറിയ എന്താ അതിന് പറയുക, ഹോൾ ഒരു ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്ന ഒരു ഭാഗമാണ്, അതിലേക്ക് അവൻ ഓടിക്കയറി. വേർ ഹീ സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്, അന്ന് രാത്രി അവൻ ഉറങ്ങിയത് ആ ഹോളിലായിരുന്നു, അതിലേക്ക് തന്നെ അവൻ തിരിച്ച് തല താഴ്ത്തി ഓടി എന്നാണ് പറയുന്നത്. അപ്പം നോക്കുക, തുടക്കത്തിലെ പാരഗ്രാഫ്, പറക്കാൻ അറിയാത്ത ഒരു കടൽക്കാക്ക അതിൻ്റെ ആദ്യ ശ്രമം നടത്തി, പക്ഷെ അവൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് കുറവാണ്, പറക്കാൻ അവന് സാധിക്കുന്നില്ല. 2 കാരണങ്ങളാണ്. താഴേക്ക് നോക്കിയപ്പോൾ വിശാലമായി കിടക്കുന്ന കടൽ, അതിൻ്റെ ആഴം ഒരുപാട് മൈലുകൾ, പാറക്കെട്ടുന്ന് താഴേക്ക് നോക്കിയപ്പോൾ അവന് തല കറങ്ങിയിട്ടുണ്ടാവും, അവന് പറക്കാൻ സാധിച്ചില്ല, തിരിച്ചവൻ തല താഴ്ത്തി സങ്കടത്തോടെ തൻ്റെ കൂട്ടിലേക്ക് തന്നെ കിടന്നു എന്നുള്ളതാണ്.